ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മൾ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഔപ്പയറിൻ്റെ കാര്യങ്ങളുടെ പാർട്ട് 3 അപ്പം പാർട്ട് 3 എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുന്ന് ജർമ്മനിയിലോട്ട് വരുമ്പം എന്തൊക്കെ എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത്, നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം, എന്തൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, അതൊക്കെയാണ് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് സാധനങ്ങളാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. സോ നമുക്ക് വീട്ടിലോട്ട് പോവാം. So let's start with the most important things, your documents. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം ഒരു ഫയലിലാക്കാൻ ശ്രദ്ധിക്കുക. അതെന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പം 10th +2 ഇപ്പം ഡിഗ്രി കഴിഞ്ഞവരാണ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ആദ്യം, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ആദ്യം നിങ്ങൾ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ, പാസ്പോർട്ട്, ഇതെല്ലാം നമ്മൾ കോപ്പിയോട് കൂടി തന്നെ ഒരു 3 കോപ്പിയോ 4 കോപ്പിയോ എടുത്ത് വെക്കുക. അതും നിങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹോസ്റ്റ് ഫാമിലിയുടെ കോൺട്രാക്റ്റ്, അതാണ് മൂന്നാമത്തെ കാര്യം. അത് നിങ്ങൾ എടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇപ്പം വാക്സിനേഷൻ ഇപ്പം എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വല്ലതും വേണമെങ്കിൽ അതും എടുത്ത് വയ്ക്കുക. ഇപ്പം നിങ്ങളുടെ ടിക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് വെക്കുക. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, എല്ലാവരുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PDF ആയിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവരും അതിൻ്റെ ഒരു കോപ്പി, ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അവിടെ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നമ്മൾ വെക്കുക. പിന്നെ അടുത്തെന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇതിൻ്റെ കൂടെ എടുത്ത് ഫയലിൽ വെക്കുക. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് നീഡാണെങ്കിൽ അതുണ്ടെങ്കിൽ അതും എടുത്തു വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്തായാലും നാട്ടിലിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആധാർ കാർഡ്, ഇൻഷുറൻസ് കാർഡ്, പിന്നെന്തുവാ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ ഒരു 5-6 ഫോട്ടോയും കൂടെ. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും വിട്ടുപോയെന്ന് അറിയത്തില്ല. ഇപ്പം നിങ്ങളുടേതായ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളോ അല്ല സർട്ടിഫിക്കറ്റ്സോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പം ഈ ഫയൽ നമ്മൾ അവിടെ മാറ്റി വെക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയൽ. മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ മറന്നു പോകരുത്. മാറ്റി അവിടെ വെക്കുക. നമുക്ക് ഇത് ആവശ്യമുണ്ട്, അതവിടെ വെക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലോത്ത്സ്. നമ്മൾ എന്തൊക്കെ ഡ്രസ്സുകളാണ് കൊണ്ടുവരേണ്ടത്? നമ്മൾ വിൻ്ററിലും സമ്മറിലും ഉപയോഗിക്കാൻ പറ്റുന്ന ജാക്കറ്റ് നിങ്ങൾ കൊണ്ടുവരിക. സമ്മർ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ, എത്രയും ചൂടൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. പിന്നെ വിൻ്ററിൻ്റെ ജാക്കറ്റ് എന്തായാലും ഒരെണ്ണം മേടിക്കുക, കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരെണ്ണം മേടിക്കുക. പിന്നെ ക്യാപ്പ്, ഗ്ലൗസ്, സോക്സ്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ വിൻ്ററിൽ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടത്തെക്കാട്ടിലും കൂടുതലും സ്റ്റൈലിഷ് ആയിട്ടുള്ള സമ്മർ വെയേഴ്സ് നാട്ടിലാണ് കിട്ടുന്നത്. ഇവിടെ അത്രയും നല്ല, പിന്നെ ഇതൊക്കെ ഞാൻ ഓൺലൈൻ ത്രൂ മേടിച്ചാണ്. നല്ല വിലയാണ്. ഈ ഒരു ഡ്രസ്സിന് 1000 രൂപയാണ്, 12 യൂറോ, അതായത് 1200 രൂപയാണ്. അപ്പം അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ സെയിം സാധനം തന്നെ നമ്മുടെ അവിടെയും കിട്ടും, അത് നല്ല വില കുറവിൽ. അപ്പം അത് നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. കൂടുതലും പല വെറൈറ്റീസ് ഉള്ള സ്റ്റൈൽസ് ഉള്ള സംഭവങ്ങളൊക്കെ നാട്ടിലാണ് കിട്ടുന്നത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവരിക. പിന്നെ UG അങ്ങനെ സ്ലീപ്പ് വെയർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അതൊക്കെ വെക്കുക. പിന്നെ വേണ്ടത് കാഷ്വൽ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ലൈക്ക് ജീൻസ്, ടോപ്പ്, പിന്നെ ചുടിദാറ്, അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ, അല്ലെ ബോയ്സ് ആണെങ്കിൽ ഇപ്പം ഷർട്ട്, ടീഷർട്ട്, നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതൊക്കെ എടുക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ വെയറും കൂടെ എടുത്തു. ഇൻ കേസ് നമുക്കിപ്പം പെട്ടെന്ന് ഇവിടെ വന്നിട്ടായിരിക്കും നമ്മൾ പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ അവർ പറയുക നമുക്കിങ്ങനെ ഒരു ഇന്ത്യൻ പാർട്ടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ പോകണമെങ്കിൽ ഒരു ട്രഡീഷണൽ വെയർ വേണം. സോ ഒരു ട്രഡീഷണൽ വെയറും കൂടെ എടുത്തേക്ക്. ഞാനൊരു സെറ്റ് സാരിയും സാധാ സാരിയും ചുടിദാറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ,
പിന്നെ മെറ്റലാകുമ്പോൾ ഞാൻ മെറ്റൽ കൊണ്ടുവന്നു, പക്ഷെ കീക്കി അടിച്ചപ്പോഴത്തേക്കിനും ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന പോലെ ഇയറിങ്സും നെക്ലേസും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, അങ്ങനെ വെച്ചു. റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മാത്രം. പിന്നെ ഷൂവ്, പിന്നെ എന്തെങ്കിലും ഫ്ലിപ്പ് ഫ്ലോപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ, അല്ലെങ്കിൽ പിന്നെ ബൂട്ട്, അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ സമ്മറിലിടാൻ പറ്റുന്ന ചെരുപ്പുകൾ, ലൈക്ക് സാധാരണ നല്ല ഡിസൈൻ ഉള്ളതോ, അല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ വള്ളി പോലത്തെ ചെരുപ്പോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരും. അതാണ് ക്ലോത്ത്സിൻ്റെ സെക്ഷനിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്ററീസ് അല്ലെങ്കിൽ ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ബ്രഷ്, പേസ്റ്റ്, ഷാംപൂ, സോപ്പ്, കണ്ടീഷണർ, ബോഡി ലോഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ അതൊക്കെ നിങ്ങൾ ഓരോന്ന് വെച്ച് കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ല. ഫസ്റ്റ് ടൈം വന്നാൽ ഉടനെ നമുക്ക് കടയിലോട്ട് ഓടാൻ പറ്റത്തില്ല. സോ എല്ലാം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേണ്ടത് ഫസ്റ്റ് എയ്ഡ്. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും മരുന്നുകളുണ്ടെങ്കിലോ അതൊക്കെ എടുക്കുക. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഇപ്പോൾ ഒരു കൈ മുറിഞ്ഞ ബാൻഡേജ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ബാൻഡേജ് നിങ്ങൾക്ക് കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ബെറ്റാഡീൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളോ, ഇപ്പോൾ പാരസെറ്റമോൾ, അതൊക്കെ കാഷ്വൽ ആയിട്ടുള്ള മെഡിസിൻസ് ആണല്ലോ, അതൊക്കെ കൊണ്ടുവരിക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുവരിക. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ നോക്കുന്നവരാണെങ്കിൽ സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ, അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അതാണ് ടോയ്ലറ്ററീസിലും ഹെൽത്തിലും എനിക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇലക്ട്രോണിക് സാധനങ്ങളാണ്. നിങ്ങളുടെ ഫോണ്, ചാർജർ, യൂണിവേഴ്സൽ അഡാപ്റ്റർ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചാർജറൊന്നും ഇവിടെ കയറത്തില്ല. അപ്പം ഞാൻ യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവന്നായിരുന്നു. യൂണിവേഴ്സൽ അഡാപ്റ്റർ. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ലാപ്ടോപ്പോ ടാബോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാം. പിന്നെ ഹെഡ്ഫോൺസോ കാര്യങ്ങൾ, അങ്ങനെ ഇലക്ട്രിക്സ് ആണെങ്കിൽ, ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ സ്ട്രൈറ്റ്നറുണ്ട്, ഡ്രയറുണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ. ഇപ്പം ഞാൻ ഏതൊക്കെ കൊണ്ടുവരാം എന്നുള്ളതും കൂടെ ഞാൻ അവസാനം പറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് ക്യാബിൻ ബാഗിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ലഗേജ് മറ്റേ വലിയ ബാഗിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ളത് ഞാൻ പറയാം അവസാനം. അടുത്തതെന്ന് പറയുന്നത് എക്സ്ട്രാ ഞാനൊരു ടിപ്പ് പറയുന്നതാണ്. കാരണം ഇപ്പം നമ്മളൊരു ഫാമിലിയിലോട്ട് കടന്നു വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനങ്ങൾ, ഇപ്പം നിങ്ങൾക്ക് അവരോട് ചോദിച്ചിട്ട് ഇപ്പം എന്താണ് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് കൊണ്ടുവരാനും പ്രശ്നമില്ല. അപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളത് അവർ പറയും. ജർമ്മൻസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ നമ്മുടെ ബർത്ത്ഡേക്ക് ആണെങ്കിലൊക്കെ അവർ നമ്മളോട് ചോദിക്കും എന്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ മര്യാദയ്ക്ക് പറയും എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് മേടിച്ച് തന്നാൽ മതി. അവരത് ചോദിക്കുന്നത് നമ്മൾ എന്താണോ വിഷ് ചെയ്യുന്നത് അത് അവർ മേടിച്ച് തരാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പം നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കിനും അവർ വലിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കിനും അവൾ എന്നോട് പറഞ്ഞത് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നാൽ മതി, നല്ല രസമുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവർക്കൊരു ബെഡ്ഷീറ്റാണ് കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് എന്താണ്, ഞാൻ എന്നിട്ട് പിള്ളേർക്ക് ചെറുക്കന് ഹോട്ട് വീൽസും ആ കുട്ടിക്ക് ഒരു ബാർബിയുടെ അതൊക്കെ ഞാൻ കൊണ്ടുവന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചിട്ടോ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതൊരു ചെറിയൊരു ഇംപ്രഷൻ എന്നൊക്കെ പറയാം. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലൈക്ക് വീട്ടിലെ ഓർമ്മകളായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഫോട്ടോസ് അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഫോട്ടോസ് അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ലൈക്ക് ഇപ്പം പാത്രങ്ങളുടെ കേസ് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നാക്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എടുത്തോണം. പിന്നെ പാത്രം എന്ന് പറയാനായിട്ട് നമ്മുടെ ഇവിടെ എല്ലാ പാത്രങ്ങളും ഉണ്ട്, പക്ഷെ ഞാൻ പ്രഷർ കുക്കർ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറുത് ഒരെണ്ണം കൊണ്ടുവന്നു. കാരണം നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രഷർ കുക്കർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ഒരു ബ്ലെൻഡറും കൂടെ വേണമെങ്കിൽ എടുത്തോ. ഇത്രേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് വല്ല അരയ്ക്കണമെങ്കിൽ ഇവിടെ ഇപ്പോൾ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡർ നല്ലതായിരിക്കും. സോ ബ്ലെൻഡറും കൂടെ എടുത്തോ. പിന്നെ അടുക്കളയിലെ കാര്യങ്ങൾ അതൊക്കെയുള്ളൂ. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ പൊടികൾ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ പൊടികളൊക്കെ കൊണ്ടുവന്നോളൂ, അതൊക്കെ നല്ലതാണ്. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നോളൂ. പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഒക്കെ നമുക്കിപ്പോൾ H&M ഒക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഇവിടുത്തെ ചീപ്പാണ്.
ഇപ്പം വേണമെങ്കിൽ ഇവിടെ വന്ന് മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ കാര്യങ്ങളും പ്രോഡക്റ്റ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു ബെഡ്ഷീറ്റ് എന്തായാലും എടുത്തോളൂ. ഇൻ കേസ് എന്തെങ്കിലും വന്നാൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു ബെഡ്ഷീറ്റ് എന്തായാലും എടുത്തോളൂ. അത്രേ ഉള്ളൂ ഇപ്പം പറയാം. പിന്നെ നമ്മുടെ ലഗേജിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ക്യാബിൻ ബാഗും ഉണ്ട്, വലിയ ബാഗും ഉണ്ട്. അപ്പോൾ 2 ബാഗാണ്. എനിക്കിപ്പോൾ ഹാൻഡ് ബാഗ് ഫ്ലൈറ്റ് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇൻ കേസ് അത് കയറ്റാൻ പറ്റുവാണെങ്കിൽ നല്ലത്. നമുക്ക് ഫ്ലൈറ്റിൽ ഇരുന്ന് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ എടുക്കാം. പിന്നെ നമ്മുടെ ക്യാബിൻ ബാഗിൽ നമുക്ക് 7 കിലോയെ നമുക്ക് പറ്റത്തുള്ളൂ ഒരാൾക്ക്. എല്ലായിടത്തും ക്യാബിൻ ബാഗിന് നമുക്ക് 7 കിലോയെ പറ്റത്തുള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ 100 ml കൂടുതൽ, ഇപ്പം എന്തെങ്കിലും ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിൽ 100 ml കൂടുതലാണെങ്കിൽ അവരത് സമ്മതിക്കത്തില്ല. അപ്പം 100 ml ഉള്ള ലിക്വിഡ്സൊക്കെ ബോട്ടിൽസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ക്യാബിൻ ബാഗിലാണ് വെക്കേണ്ടത്. ബിക്കോസ് നമ്മൾ മറ്റേ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. ഇപ്പം ഇൻ കേസ് നിങ്ങൾ അറിയാതെ പോലും അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഈ അഴിച്ച് കാണിക്കേണ്ടതൊക്കെ വരും. ആ വലിയ ബാഗ് പൊട്ടിച്ച് കാണിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാകും. കാരണം ഈ ക്യാബിൻ ബാഗെല്ലാം നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഈ ക്യാബിൻ ബാഗിലിരിക്കുന്ന സാധനങ്ങളെല്ലാം മൊത്തം എടുത്ത് നമ്മൾ വെളിയിൽ വെക്കേണ്ടതാണ്. അപ്പം 7 കിലോ നമ്മുടെ ഇപ്പം ബ്ലെൻഡർ കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് എല്ലാ സാധനങ്ങളും നമ്മൾ ക്യാബിൻ ബാഗിലാണ് വെക്കേണ്ടത്. അപ്പം അതിനകത്ത് വെക്കുമ്പോഴത്തേക്കിനും അതെല്ലാം എടുത്ത് വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കിനും ഓക്കെ ആവും. അപ്പം മറ്റേ ബാഗിനകത്ത് നമുക്ക് ഞാൻ കുറച്ച് ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യുക, നന്നായിട്ട് റാപ്പ് ചെയ്തിട്ടേ കൊണ്ടുവരാവുള്ളൂ. അവരെടുത്ത് എറിയുന്നതും ഇടുന്നതും ഒക്കെ. സോ നന്നായിട്ട് റാപ്പ് ചെയ്യണം. നല്ല ഒരു ലീക്കേജ് പോലും ഉണ്ടാവാത്ത രീതിയിൽ നിങ്ങൾ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് വേണം എല്ലാം വലിയ ബാഗിൽ വെക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം. ഞാനെല്ലാം പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതാണ് പാർട്ട് 3. ഇനി പാർട്ട് 4 എന്ന് പറയുന്നത് നമ്മുടെ വിസയും പ്രോസസ്സിങ്ങും പിന്നെ എയർപോർട്ടിലെയൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഞാനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചൂസി.